ബിസിനസ് സംബന്ധമായിട്ട് ഒരു സമയം വരെ 2010 വരെയൊക്കെ 2 മടക്കിൽ വിസിറ്റിംഗ് കാർഡിലെ രണ്ട് മടക്കിൽ എഴുതുന്നതാണ് ഏറ്റവും വലുത് എന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഏകദേശം 2010 ഒരു 17ഓളം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ത്രൂ ഔട്ട് ഒരു 30 years ഓഫ് ലൈഫ് ഒരു 17 വയസ്സിൽ ഇറങ്ങിയതാണ് ബിസിനസ്സിൽ. ഫാദർ അതിന് മുമ്പ് തന്നെ ഫാദറിൻ്റെ കൂടെ തന്നെ നടന്നതാണ്. അപ്പോൾ നമ്മൾ സക്സസ്സും ഫെയിലിയറും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഫെയിലിയറിൽ നിന്ന് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു ഫൈൻ മോർണിംഗിൽ എല്ലാ കാര്യങ്ങളും ആക്കി വരിക എന്നുള്ളതല്ല. പഴേരി എന്നാണ് നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ പേര്. ദ ഗ്രാൻഡ് പഴേരി എന്നുള്ള പേരിലാണ് പുതിയ ഷോറൂമുകളൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്ക് 29ഓളം ജ്വല്ലറികൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് 100 ജ്വല്ലറിയുടെ പല സ്റ്റേജസ് ഒക്കെ ആയിട്ടാണ് അവർ ആ സിസ്റ്റത്തിന് പ്ലാൻ ചെയ്യുക. അവരെന്നല്ല നമ്മളെന്ന് വേണമെങ്കിൽ പറയണം. എന്തോൺ എന്ന് പറയുന്നത് കേരളത്തിൽ 2004 ഫസ്റ്റ് സ്റ്റീൽ ഫാക്ടറിയിലേക്ക് വരുന്നത്. ഫാദറുടെ ഇനീഷ്യേഷനിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സും അല്ലാത്തവരും ഒക്കെ കുറച്ച് കൂടിയിട്ട് അങ്ങനെയാണ് ഫാദറിൻ്റെ ഒരു ബിസിനസ് മോഡൽ. മണ്ണാർക്കാട് സ്റ്റീൽസ് എന്ന് പറയുന്നത് കഞ്ചിക്കോടാണ്. തമിഴ്നാട്ടിൽ നല്ല സാഹചര്യമായിരുന്നു ബിസിനസ്സിന് പറ്റിയത്. അന്ന് 2008 അന്ന് ഏകദേശം ഒരു 100 കോടിയുടെ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് വരത്തക്ക രീതിയിലാണ് ആ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് സ്ട്രക്ചർ ചെയ്തതും കേരളോട്ടാകെയും തമിഴ്നാടും ബിൽഡോൺ എന്നുള്ള പേരിൽ വളരെ നല്ലൊരു ബ്രാൻഡായിട്ടാണ് വന്നത്. നമസ്കാരം. ലോൺ കോച്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ഏകദേശം ഒരു 2010-12 കാലഘട്ടത്തിൽ ഞാൻ മണ്ണാർക്കാട് ഉള്ള ഒരു രാജാവിനെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം അവിടെ കുറേ ലാൻഡുകളും അതുപോലെ കുറേ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറേ പരിചാരകൻ ഞാൻ ഉദ്ദേശിച്ചത് കുറേ ജോലിക്കാരും ഉള്ള സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെട്ടത്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹവും ഒരു രാജകുമാരനെ പോലെ തന്നെ കുറേ അദ്ദേഹത്തിൻ്റെ ലെവലിൽ കുറേ ലാൻഡുകളും അതുപോലെ കുറേ സ്ഥാപനങ്ങളും കുറേ ഇതുപോലെ ജോലിക്കാരുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയ്ക്കാണ് ഞാനത് പരിചയപ്പെട്ടത്. അതുകൂടാതെ ഈ മകന് അദ്ദേഹത്തിൻ്റെ സംരംഭമായിട്ട് ഒരു ബാങ്ക് അസിസ്റ്റൻസ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് പരിചയപ്പെട്ടത്. അതിനുശേഷം ആ ഗ്യാപ്പിന് ശേഷം ഞാൻ ഈ റീസണിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹം ഒരു പുതിയ ആവശ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. വേറെ ആരുമല്ല, ഞാനിന്ന് പരിചയപ്പെടുന്നത് പഴയ ബിസിനസ് ഗ്രൂപ്പിൻ്റെ മാനേജറായ കരീമിനെയാണ്. കരീം, ലോൺ കോച്ചിലേക്ക് സ്വാഗതം. കരീമിനെ പരിചയപ്പെടുന്നത് 2010-12 കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നത്. ആ സമയത്ത് എനിക്കറിയാം കരീമിന് ഫാദറിന് കുറേ ബിസിനസ് ഉണ്ട്, അതുകൂടാതെ മറ്റ് ഫാമിലി ബിസിനസ്സെല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്താൽ, എനിക്കറിയാം ഭയങ്കര ഒരു ആഗ്രഹം. 10 വർഷം എന്ന് പറയുമ്പോൾ വളരെ യങ്ങാണ് കരീം. അപ്പോൾ വളരെ വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹത്തിൽ പല സംരംഭങ്ങളിൽ കയറി ഇടപെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ കുറേ അസറ്റുകൾ, ലാൻഡ് അസറ്റ് ഉണ്ട് സ്വന്തമായിട്ട് പല കമ്പനികളുടെ പേരിൽ. അപ്പോൾ വളരെ സക്സസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ റീസെൻ്റാണ് കരീം എന്നെ ഒരു മാസത്തിനിടയ്ക്ക് എന്നെ നമുക്ക് കാണണം, ഞാൻ കൊച്ചിയിലുണ്ട്, കാണാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുന്നത്. അന്ന് കരീം എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം എന്താണ്, എനിക്കറിയാം കുറേ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടത് തന്നെ ഏകദേശം 10 വർഷത്തിന് ശേഷമാണ്. ഒരുപാട് സംരംഭങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്, വെഹിക്കിൾ ഡീലറാണ്, ജ്വല്ലറികളുണ്ട്, റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ട്, റബ്ബർ ട്രേഡിംഗ് ഉണ്ട്. അതുകൂടാതെ കോയമ്പത്തൂർ ഒരു സ്റ്റീൽ കമ്പനിയുണ്ട്. അന്ന് ഞാൻ പരിചയപ്പെടുമ്പോൾ തന്നെ അതിനകത്ത് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കരീമിനോട്, ഇത് വേണമായിരുന്നോ? ഇല്ല, അത് കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തത്. ഇപ്പോൾ കരീമിന് തന്നെ പറയാൻ പറ്റും. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച 2 കാര്യം, ഒരു അഡ്വൈസിനാണ് കരീം എൻ്റെ അടുത്ത് വന്നത്. ജിജോ ഒരുപാട് ഓർഗനൈസേഷനുകൾക്ക് റൈറ്റ് രീതിയിലുള്ള എസ്പെഷ്യലി ലോൺ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പലതിലും എടുക്കണ്ട എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആസ് എ ഗുഡ് ഫ്രണ്ടായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മൾ ശരിയാണ് 2012 നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആസ് യൂഷ്വൽ ഞങ്ങളൊരു ബേസിക്കലി ഒരു ബിസിനസ് ഫാമിലിയാണ്. ബിസിനസ്സിൽ ഫാദറായിട്ട് പല കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു ശൈലിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ മാറിപ്പോയി ചെയ്തുകൊണ്ടിരുന്നത് മേജറായിട്ടും ലാൻഡ് ഡെവലപ്മെൻറ്റിലായിരുന്നു, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്. അത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. പിന്നെ വേറെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഗോൾഡ് ജ്വല്ലറി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. ബിസിനസ് സംബന്ധമായിട്ട് ഒരു സമയം വരെ 2010 വരെയൊക്കെ 2 മടക്കിൽ വിസിറ്റിംഗ് കാർഡിലെ 2 മടക്കിൽ എഴുതുന്നതാണ് ഏറ്റവും വലുത് എന്ന രീതിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഏകദേശം 2010 ഒരു 17ഓളം ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ 17 ബിസിനസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജായി.
അങ്ങനെ ഞാൻ ഈ കൺസൾട്ടൻസികളും പല കാര്യങ്ങളും ഒരു നല്ലൊരു കൺസൾട്ടൻസി ബോംബെ ബേസ്ഡ് ഒരു 10-30 ലക്ഷം റുപ്യക്ക് ഫീസൊക്കെ ചാർജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ആശയം വെച്ചിട്ട് അവരെനിക്ക് ഒരു 2 വർഷത്തെ ഒരു പാക്കേജ് പോലെ അവർ എനിക്ക് ഗൈഡൻസ് തന്നു. അപ്പോൾ അങ്ങനെ ആ ഗൈഡൻസിൽ വേറെ ഒന്നുമല്ല, അവർ എന്നെക്കൊണ്ട്, നമുക്ക് സ്റ്റാഫുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീമുണ്ട്, CFOs ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും അവർ എന്നെക്കൊണ്ട് തന്നെ ഈ കണക്കുകളെ പ്രസൻറ്റ് ചെയ്യിപ്പിച്ചു. എനിക്ക് എൻ്റെ CFOയോ അല്ലെങ്കിൽ ഫിനാൻസ് സാധാരണ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ കൺസേൺ ആൾക്കാരല്ലേ, അത് പറ്റില്ല, എന്നോട് തന്നെ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ 10-17ഓളം ബിസിനസ്സുകളിൽ മേജറും ലോസ് മേക്കിംഗ് ആണ്. അപ്പോൾ അവിടെ വെച്ച് പഠിച്ചൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ നീതി എന്നും പ്രാണ എന്നും പറഞ്ഞ 2 എലമെൻറ്റ്. നീതി എന്ന് പറയുമ്പോൾ ബ്രെയിൻ, പ്രാണ എന്ന് പറയുമ്പോൾ ഹാർട്ട്. ഈ 2 സാധനം ഈക്വലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ ചില ബിസിനസ്, ഞാൻ റബ്ബർ കട ആണ് ആദ്യം 92-93 അന്ന് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റിക്കൊണ്ട് കിടക്കായിരുന്നു. മാക്സിമം മാസങ്ങളിൽ, എല്ലാ മാസങ്ങളിലും ഓൾമോസ്റ്റ് ലോസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്താ പറയുക, അത് പണ്ട് നമ്മൾ ആദ്യം തുടങ്ങിയല്ലേ, അവിടെ നമ്മുടെ ഇമോഷൻ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇത് മൊമെൻറ്റ് ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഇത് പഠിക്കാൻ തുടങ്ങി, ഇത് പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞോടുകൂടി ഞാൻ നിർത്താൻ തീരുമാനിച്ചു. പക്ഷേ 2010 വിചാരിച്ച സാധനം 2012, 14, 16 വരെ പലതും നീട്ടിക്കൊണ്ടുകൊണ്ടി വന്നു. നിർത്താൻ തുടങ്ങുന്നത് പോലെ അത്ര എളുപ്പമല്ല നിർത്താൻ. അങ്ങനെ ഓരോന്നിൽ നിന്നും നിർത്തി മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഫാമിലി ബിസിനസ്സായിട്ടുള്ള നമ്മുടെ ഈ പറഞ്ഞ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇതുപോലെ ഫാദർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ നാച്ചുറലി ഞാൻ ആകെ ഒരൊറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എന്ത് കാര്യമാണെങ്കിലും അത് ഗുണം വന്നാലും ദോഷം വന്നാലും നമ്മൾ ഗുണം മാത്രമല്ലല്ലോ, ദോഷം വരുമ്പോഴും നമ്മൾ കൂടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിൽ അന്നത്തെ സാഹചര്യത്തിൽ ബിസിനസ്സിൽ വളരെ പ്രശ്നമായിട്ട് 2015 വലിയ പ്രോബ്ലമായിട്ട് അത് അവസാനിപ്പിക്കേണ്ട ഗതികളിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാനത് ടേക്ക് ഓവർ ചെയ്യുക. അന്ന് എനിക്കാണെങ്കിൽ ലാൻഡ് അസറ്റ് ഉണ്ട്. ഇപ്പോൾ ലാൻഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട്, ലാൻഡ് അറിയാമല്ലോ, ലിക്വിഡിറ്റി വേണ്ടത്ര ഫാസ്റ്റായിട്ട് നടക്കാത്ത സമയമാണ് 2015-20 കാലഘട്ടങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് വന്ന് കുറച്ച് ഫണ്ടുകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ അതിനെ കുറേ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഡോക്യുമെൻ്റൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കാനൊക്കെ, കാരണം ഫാദർ ഇനീഷ്യേറ്റ് ചെയ്തുള്ള പ്രസ്ഥാനമാണ്, അത് കൊടുത്തുകൊണ്ട് അങ്ങനെ നിലനിർത്താൻ ശ്രമിച്ചു. പക്ഷേ ശ്രമിച്ചപ്പോഴും ഈ മാസങ്ങളിൽ 25-50 ലക്ഷം ലോസ് വരുന്ന പ്രസ്ഥാനം, പിന്നെ അത് ബാങ്ക് സപ്പോർട്ടുകൾ എടുത്തെങ്കിൽ പോലും ഞാനത് എന്താ പറയുക, എനിക്കത് ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായിട്ട് പാടുപെട്ടുപോയി. എൻ്റെ ത്രൂ ഔട്ട് ഒരു 30 years ഓഫ് ലൈഫ്, ഒരു 17 വയസ്സിൽ ഇറങ്ങിയതാണ് ബിസിനസ്സിൽ. അതിന് മുമ്പ് തന്നെ ഫാദറിൻ്റെ കൂടെ തന്നെ നടന്നതാണ്. അപ്പോൾ നമ്മൾ സക്സസ്സും ഫെയിലിയറും അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഫെയിലിയറിൽ നിന്ന് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊരു ഫൈൻ മോർണിംഗിൽ എല്ലാ കാര്യങ്ങളും ആക്കി വരിക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് കരീമ, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് സക്സസ് ആവാഞ്ഞിട്ടല്ല. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ അന്ന് കരീമ ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് അന്ന് പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കരീമ, ഞങ്ങള് ബൈബിളിൽ പറയും നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ ആയിരിക്കും നിന്റെ മനസ്സെന്ന് പറയും. കരീമിന്റെ നിക്ഷേപം മെയിൻലി അവിടെയല്ല. ശരിക്കും കരീമിന്റെ നിക്ഷേപം കിടക്കുന്നത്, കരീമിന്റെ പാഷൻ എന്ന് പറയുന്നത് ഗോൾഡാണ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അതിന് മാറിയിട്ട് കരീം എന്താ ചെയ്തിരിക്കുന്നത്, അവിടെ പോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയേക്കണം. പിന്നെ നടത്തുന്നത് മറ്റുള്ള ഗൈഡൻസിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ സത്യത്തിൽ കരീം ഇപ്പോൾ വരാൻ കാരണം എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കോട്ടാണ്, അതായത് എല്ലാവരുടെയും കൂട്ടുകാരൻ ആരുടെയും കൂട്ടുകാരനായിരിക്കും. അത് പറയാതെ വയ്യ, നല്ലൊരു വേർഡാണ്. എല്ലാവരുടെയും കൂട്ടുകാരൻ ആരുടെയും കൂട്ടുകാരനല്ല എന്ന് പറയുന്നത് സത്യമാണത്. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും, ചിലപ്പോൾ കഴിയാഞ്ഞിട്ടാവാം, എന്നാലും അത് സത്യമാണ്. അല്ല, ഇപ്പൊ ഇതാണ് ഈ നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടും. ഇത്രയധികം ബിസിനസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് കരീമിന്റെ റിസോർട്ടിലാണ്, അല്ലെ? നല്ല ബ്യൂട്ടിഫുൾ ആണ് റിസോർട്ട്. കരീം ഇപ്പൊ എത്ര കാലം കൂടിയിട്ടാണ് ഇവിടെ വന്നത് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ വന്നപ്പോ അവിടുത്തെ പട്ടികൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ കരീമിനോട്, കുറെ നാളായാലും വന്നിട്ടെന്നുള്ള തോന്നലായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കേരളത്തില് ഒരുപാട് ആൾക്കാർ ബിസിനസ് തേടി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അത് അവരുടെ അടുത്ത് പണമുണ്ട്, കഴിവുണ്ട്, പക്ഷേ നമുക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കരീമിനോട് പറഞ്ഞ, കരീമ ഇവിടെ നമുക്ക് കേരളത്തിലായിക്കോട്ടെ മറ്റുള്ള സ്ഥലത്തായിക്കോട്ടെ ഈ കമ്പനി നടത്താൻ ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ അവരുടെ അടുത്ത് നല്ല പൈസ അവരുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ 3-4 പേരായിട്ടായിരിക്കും ചേരുന്നത്. അപ്പോൾ കരീമനോട് പറഞ്ഞൊരു കാര്യം, വേണമെങ്കിൽ എൻ്റെ ഷെയർ ഡൈലൂട്ട് ചെയ്തിട്ട് അവർ നടത്തിക്കോട്ടെ, അങ്ങനെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് ഗുണം? അവർക്ക് നാളെ ഒരു 3 മാസം കൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ, കാരണം എല്ലാ സെറ്റപ്പും അവിടെയുണ്ട്.
അപ്പോൾ എന്തായാലും കരീമിന് എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഒരു ഞാൻ പറഞ്ഞതിൽ? 100% അതിനോട് ബേസിക്കലി ചില സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാണ്ടാവും. അവിടെയാണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെയൊക്കെ റോള് വരുന്നത്. അപ്പോൾ സത്യത്തിൽ അന്ന് ഈ കുറേ കാലങ്ങൾക്ക് ശേഷം വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ജിജോനെ വിളിക്കുന്നത്. എന്നിട്ട് ഈ ടോപ്പിക്കിൽ നമ്മൾ കുറേ നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ കൊച്ചിയിൽ വെച്ച് കാണുകയും ചെയ്തു. അപ്പോൾ അന്നൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 10, 20, 25, 30 ഒക്കെ വർഷം കൊണ്ട് ഒരു മനുഷ്യനെ ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഞാനും ഒരു വയസ്സാങ്കാലത്തെ LLB ഒക്കെ പാസ്സായിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറയുന്നത് ഒരു നല്ലൊരു അഡ്വക്കേറ്റ് ആയി മാറുന്നത് ഒരു 40-45 വയസ്സിന് ശേഷമാണ്. അതുവരെ അയാളുടെ പ്രാക്ടീസ് ഇതുപോലൊരു അവസ്ഥയാണ് ബിസിനസ്സുകാരിലുള്ളത്. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 25-30 വർഷം കൊണ്ട് പഠിച്ച് എത്തിപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ആ മനുഷ്യനെ എത്തിക്കാവുന്നതിൻ്റെ പരമാവധി അയാൾ എത്തിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ, അതിൻ്റെ മേലേക്ക് എത്തിക്കണമെങ്കിൽ നല്ല പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഇതിൽ നല്ല സിസ്റ്റം പ്രോസസ്സ് വേണം. ഈ മനുഷ്യൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് അല്ലാതെ ഇത് വളർത്താൻ കഴിഞ്ഞാൽ പിന്നെ പൊക്കാൻ പറ്റുള്ളൂ. 100% ഉറപ്പാണ്. ഇപ്പോൾ ജിജോ അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കണു, ഇനി എന്താണെങ്കിലും പാഷൻ, അത് എന്നെ അറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ പാഷൻ ഈ വെൽത്ത് ക്രിയേഷനിലാണ്. അങ്ങനെയാണെന്ന് നമ്മൾ സംസാരിച്ചത്. അതായത് ഗോൾഡ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഇതിൽ വെൽത്ത് ക്രിയേഷനിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വെൽത്ത് ക്രിയേഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെയാണെന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇതിൽ 30 വർഷത്തോളമായിട്ട് കഴിയാത്തൊരു കാര്യം ഇതിൽ കഴിഞ്ഞ ആൾക്കാരുമായിട്ട്, അതായത് ഇതിന് പ്രാപ്തിയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ് അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം. അത് 100% യോജിപ്പാണ്. കാരണം ഞാൻ എൻ്റെ ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നിർത്തുകയല്ല ചെയ്തത്. ഞാൻ ഇതുപോലെ പ്രാപ്തിയുള്ള ആൾക്കാരിലേക്ക് മാറി ഷെയറുകൾ കൊടുത്തിട്ടും അവരത് കൊണ്ടുനടക്കുക ചെയ്ത്, ചിലതൊക്കെ ഒരു കണക്കിന് മൊത്തം പിന്നീട് അവരെൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും ഇപ്പോൾ ഈ പറഞ്ഞതിനോട് 100% എനിക്ക് യോജിപ്പുണ്ട്. ശരിയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 6 ഡിവിഷൻ ഇപ്പോഴും ഉണ്ട്. അതായത് ഓട്ടോമൊബൈൽ ഡിവിഷൻ ഉണ്ട്, നാച്ചുറൽ റബ്ബർ ഉണ്ട്, പിന്നെ ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ ഉണ്ട്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. ഞാൻ അവിടെ വന്നിട്ട് കാലങ്ങളായി. പക്ഷെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എനിക്കൊരു മാനേജ്മെൻറ്റിൽ ഞാനായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ചിട്ടുള്ള ചില സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇക്കോ സിസ്റ്റം ഡെവലപ്പായിട്ടുണ്ടാവും. ഏത് ബിസിനസ് ആയിക്കോട്ടെ. അതിപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ വിജയിച്ച ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റെ ഉള്ളിലൊരു ഇക്കോ സിസ്റ്റം ഉണ്ടാവും. അതിന് സപ്ലൈസിൻ്റെ വലിയൊരു ടീം ഡെവലപ്പായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പ്രൊഫഷണൽസ് കൂടെ ഉണ്ടാവും. ഞാൻ പറയുന്ന PR ആക്ടിവിറ്റീസ് ഉണ്ടാവും, അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പായിട്ടുണ്ടാവും. ഈ എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഈ മനുഷ്യൻ ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്ത ഫൗണ്ടറോ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള CEO അങ്ങനെയുള്ള ഒരു പ്രാപ്തിയുള്ള ഒരാൾ, അയാൾ ചിലപ്പോൾ നമ്മൾ ഡെസിഗ്നേറ്റഡ് മാനേജർ ആയിക്കൊള്ളുന്നില്ല. ഇതിന് ജീവൻ കൊടുത്തിട്ടുള്ള ഒരാളുണ്ടാവും. അത് പൈസ മുടക്കിയ ആളും ആയിക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന സാധനമാണല്ലോ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഞാനാണ് അതിൻ്റെ ഓണർ, ഞാനാണ് അതിൻ്റെ ചെയ്തത് എന്ന് പറയുന്നതാണ്. സത്യത്തിൽ ഇപ്പോൾ തിരിച്ചു മാറി. ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, മേജറായിട്ടുള്ള എല്ലാ ഓർഗനൈസേഷൻ, ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് മുതൽ താഴോട്ട് ഏത് വഴിക്ക് നോക്കിക്കഴിഞ്ഞാലും CEO എന്ന് പറയുന്ന ആൾ അതിൻ്റെ ഓണർ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ അവരാണ് CEO ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ കാതലായിട്ട് വളർത്തി കൊണ്ടുവരുന്ന ആ വ്യക്തിയുണ്ട്. അതിന് നമുക്ക് മലയാളത്തിൽ, കേരളത്തിൽ നമുക്കിപ്പോൾ ഇത് CEO ആണെന്നൊന്നും പറയാൻ നമുക്കറിയില്ല എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്, അതിൽ ഏതിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റൈറ്റ് പസിലായിട്ട് നമ്മൾ മാറുക. ഞാൻ കരീമിനോട് നേരിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കരീം ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റും അത് ചെയ്യരുതായിരുന്നു. അത് കരീം കുറച്ച് തർക്കത്തിൽ അവസാനം സമ്മതിക്കാറുണ്ട്. അത് ശരിയാണെന്ന് സമ്മതിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ പറഞ്ഞത് തെറ്റായി പോയത്, ഇതെല്ലാം ഞാൻ പറയുന്നത് ശരിയാവണമെന്ന് നിർബന്ധമില്ലല്ലോ. എനിക്ക് പുറത്തുനിന്ന് പറയാൻ കഴിയും അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയാൻ കഴിയും. പക്ഷെ പിന്നെ നാളെ സക്സസ് വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ തെറ്റായി പോകുമ്പോൾ എനിക്കൊരു ചിന്ത വരാറുണ്ട്. ഇപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ ഒരു വേദിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ജിജെ പുകഴ്ത്തി സംസാരിക്കണമല്ല, പൊതുവെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അത് ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മറ്റതൊക്കെ ഒന്നാമത് ഈ മനുഷ്യനോട് ഇപ്പോൾ നമ്മളെന്ത് പറയാനാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സൈലൻ്റായിട്ട് നിൽക്കുക, പോണത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അലോത്തി പറയുന്നു, എന്നാലും പറയുന്നില്ല. പക്ഷെ ചിലരുണ്ട് എന്താണെങ്കിലും ശരി, ആ മനുഷ്യൻ അത് അങ്ങനത്തെ ജിജോ പരിചയപ്പെട്ട അന്ന് മുതൽ പലപ്പോഴും എന്നോട് വേണ്ടാന്നാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ട് ബിസിനസ് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ പോയി, എവിടെയൊക്കെ പോയി, ഇപ്പോൾ എന്താ പറയുക, പാലറ്റ് ഫാക്ടറി, പെട്രോളിയം ബിസിനസ്, എന്താ പറയുക, ഹോട്ടൽ ചെയിന്,
അതായത് ഞാൻ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ പൂട്ടിയ ബിസിനസ്സുകളാണ് കൂടുതൽ. അല്ല, വേറൊരു കാര്യം കരീം ചെയ്തിരുന്നു. കരീം കുറച്ച് നാള് മുമ്പ്, അത് അതിനുശേഷം അതിനിടയ്ക്ക് ഒരു വർഷം നമ്മൾ കണ്ടിരുന്നു കേട്ടോ. നമ്മള് 2000 പേരുടെ ഒരു പ്രോഗ്രാം, സന്തോഷ് നായർ സാറിന്റെ ഒരു പ്രോഗ്രാം നടത്താൻ ആ സമയത്ത് കരീമിന്റെ പാഷൻ അതായിരുന്നു. അത് വേറെ ഒന്നുണ്ട്, നെറ്റ്വർക്കിംഗ്. അതിനകത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നു. അന്ന് കരീമിന്റെ ഉദ്ദേശം ചുരുങ്ങി നാട്ടിൽ കുറെ എന്റർപ്രണേഴ്സ് വരണം. അല്ല, അത് സ്റ്റിൽ ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. അതിപ്പോ എല്ലാവരും, അതായത് നമ്മൾ ബൾക്കി ബിസിനസ് വേയിൽ പോണില്ല എന്നേ ഉള്ളൂ. നമ്മൾ അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ അതിലൊരു മെന്റർ ഉണ്ട്, നമ്മുടെ മോഹൻജിയുടെ ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് യു ആർ ബിക്കം ബൾക്കി, ഒരുപാട് ഒബിസിറ്റി പോലെയാണ്, ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ, അപ്പോൾ 10,000-ൽ കൂടുതൽ ആൾക്കാർ അതിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഇനിയും അത് വളരും. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് ഹെൽത്തി അല്ലാണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഇല്ലാണ്ടാവും. ഇപ്പോൾ അതിലുള്ള ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ വളരെ പ്രൊഡക്റ്റീവാണ്, എല്ലാവരും ക്ലിയർ, ഞാനടക്കം. അതിൽ ഇപ്പോൾ ആ ജ്വല്ലറി ഡിവിഷനൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ കാരണം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഞാൻ നമ്മളെപ്പോഴും എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു എന്താ പറയുക, CSR ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുറേ പൈസ കൊടുക്കലല്ലോ. ഇപ്പോൾ ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഫിനാൻസ്, ഇപ്പോൾ താങ്കളടക്കമുള്ള ഒരുപാട് ആൾക്കാർക്ക് പരസ്പരം, താങ്കളും അതിൽ മെമ്പറാണല്ലോ, അപ്പൊ അതിൽ പലരും വന്ന് കാണാൻ, എനിക്ക് പേഴ്സണലി ഗുണം കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാരെ പരിചയപ്പെടാൻ, ആ മീറ്റിങ്ങിനോട് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി അതിൽ ഓരോ ഏരിയയിലായിട്ട് അതിന്റെ സർട്ടൺ ഡിവിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈനിലും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ അതിലുള്ള മെമ്പേഴ്സ് ഭയങ്കരമായിട്ട് സർവീസുകൾ, ഇങ്ങനെയുള്ള ഫണ്ടിങ്, IT എക്സ്പേർട്ടിന്റെ ഒപ്പീനിയന്, ഇങ്ങനെയുള്ള പല 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 ആൾക്കാരെ തമ്മിൽ കണക്റ്റഡ് ആണ്. നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കരീം ഇപ്പോഴും ബിൽഡോൺ എന്ന ബ്രാൻഡ് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുമെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണ് കരീമിന്റെ ഉദ്ദേശിച്ചിരിക്കുന്നത്? 2 കാര്യമാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അതായത് 2008 മുതൽ ഫാദറും ഫാദറിന്റെ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അത്. അപ്പോൾ അതിനുശേഷം നാച്ചുറലി ഞാൻ അതിൽ ഡയറക്ടറൊക്കെ ആണ്, കാരണം ഫാദറുടെ മകൻ എന്ന നിലയ്ക്ക്. പിന്നെ എൻ്റെ ഏരിയ അതായിരുന്നില്ല, പിന്നെ സ്റ്റീൽ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനതിൽ ഇൻവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാലൻസ് ഷീറ്റൊക്കെ കാണും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലാണ്ട് ഡേ ടു ഡേ അഫയേഴ്സിലോ ആ ബിസിനസ്സിലോ എനിക്ക് റോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അങ്ങനെ പോയി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ അതായത് 2015 ഒക്കെ എത്തിയപ്പോഴത്തേക്കും ഹ്യൂജ് ലോസിലായിട്ട് അത് അവസാനിപ്പിക്കേണ്ട ഗതിയിലേക്ക് വന്നു. അപ്പോൾ അതിൽ കുറേ ഇൻറ്റേർണൽ പാർട്ട്നേഴ്സും പല കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും നേതൃസ്ഥാനത്ത് ഫാദറിൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ആൾ മരിച്ചുപോയി. അപ്പോൾ അവരുമായിരുന്നു. അപ്പോൾ അന്ന് അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്, അന്ന് ജിജോക്ക് ഓർമ്മ ഉണ്ടാവും, ഞാൻ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 10-30 കോടി റുപ്യ ലയബിലിറ്റിയോട് കൂടിയിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി നടക്കുന്ന കണ്ടീഷനിലാണ് അത് അവസാനിക്കുന്നത്. ജപ്തി നടക്കുമ്പോൾ ഈ എമൗണ്ടിനേക്കാൾ ഈസി കൊളാട്രൽസ് എടുക്കുകയാണെന്നും പറഞ്ഞിട്ട് പ്രശ്നം വന്നപ്പോൾ ഫാദറെ വിശ്വസിച്ചിട്ട് സ്വന്തം വീട് വരെ എഴുതി കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് കൊളാട്രലാക്കി കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അവിടെ വീട്ടിൽ കൊണ്ടുപോയി ഇതൊക്കെ ജപ്തി നോട്ടീസൊക്കെ ഒട്ടിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങളത് എന്താ പറയുക, ഞാൻ അതിൽ ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ ബേസിക്കലി വേറൊന്നുമല്ല, റെപ്യൂട്ടേഷൻ. നമ്മൾ എന്താ പറയുക, 2002 എനിക്കൊരു ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായി. ഈ റെയ്ഡ് ഉണ്ടായ സമയത്ത് എന്താ പറയുക, എനിക്കറിയില്ല, അന്ന് എനിക്ക് തോന്നുന്നത് 28 വയസ്സൊക്കെ കണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അന്ന് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഓടാനും ചാടാനും യങ്സ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാനായിരുന്നു കൂടുതൽ ഫ്രണ്ടിൽ ഓടിയിരുന്നത്. അപ്പോൾ അന്ന് തിരക്കില്ലാത്ത വലിയൊരു ടാക്സ് ലയബിലിറ്റി വന്നു. ഒരുപാട് അബദ്ധങ്ങൾ, അറിയാത്ത കാരണം കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2002 തുടങ്ങിയത് ഏകദേശം 2008 വരെയായിട്ട് അവസാനിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കിതിനെ പരമാവധി നമ്പർ 1 ആക്ച്വൽ കണക്കുകളും സിസ്റ്റവും പ്രോസസ്സും കൂടുന്നാലേ സർവൈവ് ചെയ്യാൻ, ഒരു സ്റ്റേജിൻ്റെ മേലെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് റെയ്ഡ് നടത്തിയിട്ടുള്ള ആൾക്കാർ പറയും, അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇങ്ങനെ ചെയ്തിട്ടില്ലേ, മറ്റേ പറമ്പ് മേടിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചോ. കാരണം ഞാൻ അതുവരെ ഈ ഒരു 5 കൊല്ലത്തിൻ്റെ മേലെ ഇതിൻ്റെ കൂടെ നിന്ന് ഞാനിത് മനസ്സിലാക്കുകയായിരുന്നു, എന്താണ് ചെയ്യേണ്ടത്. ടാക്സ് കെട്ടാൻ തീരുമാനിച്ചു. ഒരു പക്ഷേ ഇന്ന് ഇപ്പം നമ്മുടെ റീജിയനിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കെട്ടുന്നത് നമ്മളായിരിക്കും, ഒരു പക്ഷേ ആണ്. അപ്പോൾ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണതിലേക്ക്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിലടക്കം അറിയാലോ, ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ തിരിച്ച് കവർ ചെയ്ത് കൊടുന്ന് പ്രൊഫഷണലി കൊണ്ടുവരുന്ന ഒരു സ്ട്രെച്ചിൽ വരികയാണ്. ഈ സമയത്താണ് ഈ സ്റ്റീൽ ഫാക്ടറിയുടെ പ്രശ്നം തലയിൽ വന്ന് വീഴുന്നത്. അപ്പോൾ എനിക്കത് നാച്ചുറലി എന്താ കാര്യം എന്ന് വെച്ചാൽ, ഫെസിലിറ്റികൾ ഉണ്ടാവും ഇതിന് കറക്റ്റായിട്ട്. ഞാൻ ഈ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാത്രമേ, അതായത് ഒരു വാശിക്ക്, നമ്മുടെ പഴയ ഗുരു പഠിപ്പിച്ചതെന്നാണ്, ഒരു വാശിക്ക് തീർക്കാൻ പറ്റുന്ന ലോൺ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താ കൂടെന്ന് വെച്ചാൽ, സുഖമായിട്ട് പോയി കിടന്നുറങ്ങാം. ഏതെങ്കിലും ഒരു ഞാനങ്ങനെ തീർത്തിട്ടുണ്ട്. ഒരു മാനേജർ എൻ്റെ കാര്യപ്പെട്ട ഒരു ഡയറക്ടറോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഇതൊന്ന് അവസാനിപ്പിച്ച് പോവുമെന്ന് എന്തോ ചോദിച്ചു. എന്തോ ഫയൽ കൊടുക്കാത്തതിനോ പേപ്പർ കൊടുക്കാത്തതിനോ അതിനു വേണ്ടിയിട്ട്.
ആ പറച്ചിലിന് ഏകദേശം ഒരു 10-40 ദിവസം കൊണ്ട് ഞങ്ങൾ ആ ലോണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ മേലുള്ളവരൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന മനുഷ്യൻ്റെ, അതായത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞങ്ങൾ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്കത് വളരെ നന്നായിട്ട് അറിയാം. ഏതൊരാളെയും വളരെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യും. പക്ഷെ തിരിച്ച് അത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇതേമാതിരി റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാനും ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ഞാൻ ശരിക്കും പറയുമ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളതാണ് ഈ പ്രശ്നം തലകുത്തി മറിഞ്ഞ് വീണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നാച്ചുറലി ചെന്നു, ഇതിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് മാറ്റി ഞാൻ എൻ്റെ പകരം ഡോക്യുമെൻ്റ് വെച്ച് കൊടുത്ത് ലോണിനെ ഞാൻ തിരിച്ച് മാറ്റി. അന്ന് എനിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓർമ്മ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഫണ്ടുകൾ പ്ലാൻ ചെയ്ത് അതിനെ തിരിച്ച് റീവാമ്പ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഇപ്പോൾ റൈറ്റ്ലി ജീജോ പറഞ്ഞ പോലെ എനിക്കത് നടത്താൻ അറിയില്ല. ഇവരെല്ലാവരും ബാക്കിയുള്ളവരൊക്കെ അത് പൈസ കിട്ടി, ഡോക്യുമെൻ്റ് കിട്ടിയോട് കൂടിയിട്ട് അവരതുമായിട്ട് പോയി. ആർക്കും പിന്നെ അത് വേണ്ട. ആ ഫാക്ടറി ടോട്ടലി തലയിൽ വന്നതിന് ശേഷം ഇതൊക്കെ ലൈബിലിറ്റിയാണ്, ഇതൊന്നും തീർത്തിട്ടില്ല. ഞാൻ അതൊരു ലീസിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അറിയാലോ, ഒരു വിഷമം വരുമ്പോൾ ആ വിഷമം നോക്കിയിട്ട് കുറേ കഴുകന്മാരുണ്ടാവുമല്ലോ, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടായി. അതും ഒരു അനുഭവമാണ്. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ സഹായിക്കാനാണെന്ന്, ഒരു വിഷമം പിടിക്കുമ്പോൾ സഹായിക്കാനാണെന്ന് പറഞ്ഞു വരുന്ന എല്ലാവരും സഹായിക്കാനാണെന്ന് വിചാരിക്കരുത്. അവരാ സഹായിക്കാനെന്ന വ്യാജേനെ നമ്മളെ പലതരത്തിലുള്ള ഇല്ലാതാക്കുന്ന തരത്തിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ എത്ര ശക്തി ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആകത്തുകയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്താണെങ്കിലും, കാരണം നമുക്ക് ചില മേഖലകൾ ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇക്കോ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ എനിക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട്, പ്രോപ്പർട്ടി ഗോൾഡിലുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ റബ്ബർ, നാച്ചുറൽ റബ്ബറിൽ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയകളാവാം എൻ്റെ, അല്ലെങ്കിൽ ട്രേഡിംഗ് ഒക്കെ ആവാം എൻ്റെ ഏരിയ. അതല്ലാതെ ഒരു ഫാക്ടറി നടത്തുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം നടത്തുക എന്ന് പറയുന്നതിൽ അത് നിസ്സാര കാര്യമല്ല. കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾ ഈ ഗോൾഡിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കാരണം അതൊരു കൂടുതൽ ഫോക്കസ് വേണ്ട ഒരു സാധനമാണ്. ജ്വല്ലറി ഡിവിഷനിൽ ഞങ്ങളത് തെളിയിച്ചു. കാര്യം കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രോത്ത് ഭയങ്കര എക്സോർബിറ്റൻ്റ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് ഇൻസൈഡ് ഉണ്ടായി. കാരണം ഞങ്ങൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ജ്വല്ലറി ഫീൽഡിലെ മാനുഫാക്ചറിങ് ഡിവിഷനിലുള്ള 2-3 ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തു, മെർജ് ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെർജ് ചെയ്തു. പിന്നെ അതിനെ നടത്താൻ കെൽപ്പുള്ള പ്രൊഫഷണലിസത്തോട് കൂടിയിട്ട് കൊണ്ട് നടക്കുന്ന ഈ നല്ല ടീമുകൾ വന്ന് അസോസിയേറ്റ് ആയി. 6ഓളം ഗ്രൂപ്പുകൾ ജോയിൻ്റ് ആയിട്ട് നമ്മൾ പുതിയൊരു ഡിവിഷൻ വന്നു. ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എത്രത്തോളം പവർഫുള്ളാണ്, എന്നേക്കാൾ പവർഫുൾ ആയിട്ടുള്ള 4-5 ഗ്രൂപ്പ് വന്നപ്പോൾ എല്ലാവരുടെയും ശക്തി ഭയങ്കരമായി. ആ ഒരു രീതിയിൽ വന്നതോട് കൂടിയിട്ട് ഗോൾഡ് വളരെ നല്ല രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഗോൾഡിന് ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഷോറൂം ദ ഗ്രാൻഡ് ഗോൾഡ് എന്നുള്ള പേരിലാണ് വരാൻ പോകുന്നത്. നമ്മൾ ഈ ഇവിടെ തുടങ്ങിയത് ഈരാറ്റുപേട്ട. അതായത് ഞാൻ ഈ മെർജ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഴേരി എന്നാണ് നമ്മുടെ ബിസിനസ് ഗ്രൂപ്പിൻ്റെ പേര്. ദ ഗ്രാൻഡ് പഴേരി എന്നുള്ള പേരിലാണ് പുതിയ ഷോറൂമുകളൊക്കെ വരുന്നത്. ശരി ശരി. അപ്പോൾ മേജറായിട്ട് ഞങ്ങളും പഴേരി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മദർ കമ്പനിയാണ് അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊരു നല്ലൊരു ബിസിനസ് മോഡലാണ്. അപ്പോൾ അതിലേക്ക് 29ഓളം ജ്വല്ലറികൾ ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് 100 ജ്വല്ലറിയുടെ പല സ്റ്റേജസ് ഒക്കെ ആയിട്ടാണ് അവർ ആ സിസ്റ്റത്തിന് പ്ലാൻ ചെയ്യുക. അവരെന്നല്ല, നമ്മളെന്ന് വേണമെങ്കിൽ പറയണം. കാരണം ആ ഒരു പ്രൊഫഷണലിസം അത് രസമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബിൽഡോൺ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? അതായത് ബിൽഡോൺ എന്ന് പറയുന്നത് കേരളത്തിൽ 2004 ഫസ്റ്റ് സ്റ്റീൽ ഫാക്ടറിയിലേക്ക് വരുന്നത്. ഫാദറുടെ ഇനീഷ്യേഷനിൽ ഞങ്ങൾ എല്ലാവരും ഫാമിലി മെമ്പേഴ്സും അല്ലാത്തവരും ഒക്കെ കുറച്ച് കൂടിയിട്ട്, അങ്ങനെയാണ് ഫാദറുടെ ഒരു ബിസിനസ് മോഡൽ. അങ്ങനെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടാണ് 2004 സ്റ്റാർട്ടാവുന്നത്. മണ്ണാർക്കാട് സ്റ്റീൽസ് എന്ന് പറഞ്ഞിട്ട് കഞ്ചിക്കോടാണ്. അത് ഇപ്പോഴും വളരെ കംഫർട്ടബിളായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും അതിൻ്റെ ഒരു പ്ലാനിങ്ങും ഒക്കെ വെച്ചിട്ട് വേറെ 2 ഗ്രൂപ്പ് കൂടി ചേർന്നിട്ടാണ് തമിഴ്നാട്ടിൽ പോയിട്ട്, അന്ന് അവിടെ തമിഴ്നാട്ടിൽ നല്ല സാഹചര്യമായിരുന്നു ബിസിനസ്സിന് പറ്റിയത്. അന്ന് 2008 അന്ന് ഏകദേശം ഒരു 100 കോടിയുടെ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ് വരത്തക്ക രീതിയിലാണ് ആ ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് സ്ട്രക്ചർ ചെയ്തതും. കേരളോട്ടാകെയും തമിഴ്നാടും ബിൽഡോൺ എന്നുള്ള പേരിൽ വളരെ നല്ലൊരു ബ്രാൻഡായിട്ടാണ് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ കാലഘട്ടത്തിൽ അന്ന് ഇലക്ട്രിസിറ്റിക്ക് തമിഴ്നാട്ടിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൈസിങ് ഫ്ലക്ച്വേഷൻ വന്നു. അന്ന് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി, കേരളമായിട്ട് പിടിച്ചെടുക്കാൻ പറ്റാത്ത റേഞ്ചിലേക്ക് മാറിപ്പോയി. അതിലാണ് അവർ ആ ഫാക്ടറിക്ക്, ആ ബിസിനസ്സിന് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നത്. ഇത് കഴിഞ്ഞ് അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു 2010 ശേഷം ഒരു ഇൻവെസ്റ്റർ മോഡലിലാണ് മിക്കവാറും പോയിട്ടുള്ളത്. നേരിട്ട് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മളൊരു
എക്സിക്യൂഷൻ ഒരു ടീം ഉണ്ടാവും, അവരതിനെ വാച്ച് ചെയ്യാനും കാര്യങ്ങളും കൂടെ ഉണ്ടാവും. പക്ഷേ ഇതെന്താ രസം എന്ന് വെച്ചാൽ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്ട്രക്ചർ ടോട്ടലി എന്താ പറയുക താഴോട്ട് പോകണം, പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത അത്ര താഴോട്ട് പോയി. പിന്നെ ഞാനിത് ഇട്ടിട്ട് എനിക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലുമല്ല. അതാണത് ശരിക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് അത് മാറിപ്പോയത്. അപ്പോൾ ഇനി എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് നടത്താൻ പറ്റുന്ന നല്ല ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഒരു മാസം കൊണ്ട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാവുന്ന പരുവത്തിലാണ്. എത്ര ഏരിയ ഒക്കെയുള്ള അതിൽ ഏകദേശം 12 ഏക്കർ പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. അതായത് മെൽറ്റിംഗ് യൂണിറ്റ്, റീറോളിങ്, അതുപോലെ ഏകദേശം ഒരു 60,000-ഓളം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങുകളുണ്ട്. അതായത് താമസിക്കാനുള്ള ഒരു നല്ല ഹൈലി പ്രൊഫഷണലി നല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റമാണുള്ളത്. നല്ല കൺസൾട്ടൻസ് ആയിരുന്നു, ഒക്കെ വളരെ ചിട്ടയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ രീതിയിൽ അത് നടത്തിക്കൊണ്ടാകാവുന്ന ഒരു ഓർഗനൈസേഷനാണത്. ഇപ്പോൾ സ്റ്റീൽ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് നമ്മളിപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ധൈര്യപ്പെട്ട ഒരാളെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കി വിടാൻ കഴിയുമോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ? ഇതിൽ ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ചാൽ ഏത് ബിസിനസ്സിനും നമ്മൾ പഴയ കാലത്തെ ഭാഷ പറയുമല്ലോ, താക്കോലും പൈസയും. ഈ രാവിലെയും വൈകുന്നേരത്ത് ഈ താക്കോലും പൈസയും പിടിക്കാൻ അതിൻ്റെ ഒരു നാഥൻ ഉണ്ടാവണം. അത് അതിലേക്ക് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പ്രൊഫഷണലിസം കയ്യിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാൾ, അല്ലെങ്കിൽ ഇത്തരം ഒരു ഇതിൽ എക്സ്പേർട്ട് ആവണം എന്നില്ല, ഇതിൽ പവർഫുള്ളായിട്ട് അതിൽ ഇറങ്ങാൻ കെൽപ്പുള്ള ഒരാൾക്ക് ഇതിനെല്ലാത്തിനും എക്സ്പെർട്ടീസ് അറിയാമല്ലോ. അപ്പോൾ ഇന്ന് എല്ലാവരും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൽ ഈ പറഞ്ഞ രീതിയിൽ അതിൽ ഇൻവോൾവ് ആയി നിന്ന് കഴിഞ്ഞാൽ ഒരു 3 to 6 months ഉള്ളിൽ അത് പ്രോഫിറ്റിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ആക്കി മാറ്റാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഈ ഫാക്ടറി നിലനിൽക്കുന്നത് നമ്മുടെ തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. കോയമ്പത്തൂർ അടുത്ത് തന്നെ ട്രാൻസ്പോർട്ടേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തമിഴ്നാട് ഒട്ടാകെയും കേരളത്തിലേക്കൊക്കെ പറ്റുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ സപ്പോസ് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരാമെന്ന് വയ്ക്കാം. കരീമിൻ്റെ ഒരു ഉദ്ദേശത്തിൽ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം മതിയില്ല, നമുക്കിപ്പോൾ എല്ലാം മിഷനറി അതിനകത്തുണ്ട്, എല്ലാ സാധനം അതിനകത്തുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ മാനേജ് ചെയ്യുന്ന എനിക്കിപ്പോൾ ഞാനായിരിക്കുമല്ലോ പിന്നെ കീ പേഴ്സണായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്മൂത്തായിട്ട് ഇപ്പോഴത്തെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ആ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങളുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ പല കൺസൾട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നിഷാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൺസൾട്ടൻസി ആയിട്ടുള്ള ജ്വല്ലറി ഞങ്ങൾ ആ ഒരു പലരിൽ നിന്നും പല കാര്യങ്ങളും എടുക്കാറുണ്ട്. നമ്മളൊക്കെ സാധാരണ പ്രൊജക്ട് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് 100-200 പേജിലുള്ളത്. ഈ മനുഷ്യൻ്റെ ഒരു 4 പേജിലുള്ള പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാവും. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, അതിന് ഒരു മാസം നടത്താൻ എത്ര റുപ്യ കോസ്റ്റ് വരും, പ്ലസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 1% ഇൻവെസ്റ്റർക്കുള്ളതാണ്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു 12% റിട്ടേൺസ് കിട്ടാത്ത ബിസിനസ് ലോസിലാണെന്ന്. അപ്പോൾ ഒരു 12% കൂടി ഇതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുകൂടി എക്സ്പെൻസ് ആക്കി ട്രീറ്റ് ചെയ്തിട്ടാണ് അതിനെ ബിസിനസ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റിലാണ് ഇത് നടക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ആവറേജ്, അതായത് ഇപ്പോൾ സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്തായാലും പറയാം, പല ബിസിനസ്സിനും പലതിനായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ഫിഗർ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 20 crores ഇൻവെസ്റ്റ്മെൻറ്റ്, 15 to 20 crores ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇനി അതിലേക്ക് വേണ്ടതുള്ളൂ. ആ ഒരു ആംഗിളിൽ നമ്മൾ അതിന് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ബാങ്കിൻ്റെ സപ്പോർട്ടോടു കൂടിയും അല്ലാണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ കാണുക എന്താണെന്ന് വെച്ചാൽ ഈ ബാങ്കിൻ്റെ ഫണ്ട് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാതെ മറ്റേ ലോണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സാഹചര്യം വെച്ചിട്ട് നല്ല ഗ്രോത്തുള്ള ഇൻഡസ്ട്രിയിലല്ലാതെ നമ്മളൊരു പരീക്ഷണത്തിന് മറ്റുള്ള ലോണുകൾ എടുക്കരുതെന്നാണ് എൻ്റെ എന്താ പറയുക ജീവിതം കൊണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള അഭിപ്രായം. ഏകദേശം 20 കോടിയാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ, അത് നന്നായിട്ട് റൺ ചെയ്ത് പോകുന്ന ആൾക്ക് നമ്മൾ മുടക്കേണ്ടി വരും. അപ്പോൾ അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എനിക്ക് തോന്നുന്നു അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റോക്ക് വാങ്ങാൻ അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് വലിയൊരു അസറ്റും അവിടെയുണ്ട്. അത് കമ്പനിയും ഇത് എവിടെയും പോണില്ല, ഇത് അവിടെ തന്നെ കാണാം. നാളെ അത് നടക്കില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം ഒഴിവാക്കിയിട്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും ഒരു വിജയിച്ച സംരംഭകനെയും പരാജയപ്പെട്ട സംരംഭകനെയും എങ്ങനെയാണ് സമൂഹം ശരിക്കും പറഞ്ഞാൽ അതൊരു വേർതിരിവ് ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? ശരിക്കും ഒരാൾ അനുഭവിക്കുമോ? ഞാനിതിനെ പറയാന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഒരുപാട് കൺസൾട്ടിങ്ങും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോളേജ് ഷെയറിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ജിജോ സംസാരിക്കണു, ഞാൻ സംസാരിക്കണം. ഈ 17 ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ രസം തമാശയായിട്ട് തോന്നണമെങ്കിലും
അതിൻ്റെ ഉള്ളിലുള്ള പെയിനും ആ സമയത്തുണ്ടായിട്ടുള്ള ടെൻഷനും അല്ലെങ്കിൽ അത് അനുഭവിച്ച ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഓൺട്രപ്രണോറിയൽ ലെവലിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ വേദനകൾ അറിയാം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ വേദന അറിയാം. അപ്പം ഞാനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബിസിനസ്സുകാരന് പ്രത്യേകിച്ച് എൻ്റെ ശൈലിയിലൂടെ പോയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു ത്രാസ് കാണും. ഈ 17 ബിസിനസ് എന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ എന്തുണ്ടാക്കി, എത്ര നശിപ്പിച്ചു, ഈ തൂക്കം മൊത്തത്തിലാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ ഇതിൽ പലതും കവർ ചെയ്തു, തിരിച്ചു പോയി, അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ഒരു സ്റ്റീൽ ഡിവിഷൻ്റെ ബാലൻസ് ഷീറ്റ് വരും, വേറൊരു ഐറ്റത്തിൻ്റെ ബാലൻസ് ഷീറ്റ് വരും. ആവറേജ് ചെയ്ത് ടാക്സ് കെട്ടി ബാക്കിയുള്ള കാര്യങ്ങളായി. പക്ഷേ ഇത് കൺക്ലൂഡ് ചെയ്ത് മൊത്തം വരുമ്പോൾ ഈ ത്രാസ് എങ്ങോട്ടാണ് തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കുക. മനസ്സിലാവുണ്ടല്ലോ. സോ ഇതിൽ ഫെയിലിയർ ആരെങ്കിലും ഒരു സേർട്ടൺ സ്റ്റേജ് വരെ പബ്ലിക്കോ ആരെങ്കിലും പറയുമ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്യുള്ളൂ. മറ്റത് നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ കറക്റ്റ് ബാലൻസ് ഷീറ്റ് ഒരു ബിസിനസ്സിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചുള്ള വ്യക്തമായ നോളേജാണ്. അയാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിക്കോട്ടെ കിട്ടാനായിക്കോട്ടെ കറക്റ്റായിട്ട് കഴിയോ ഇല്ലേ എന്നുള്ളതിനെ ജഡ്ജ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ആ ബാലൻസ് ഷീറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അയാൾ ആ ഇമേജ് ആ സമൂഹത്തിൽ നല്ല ബിസിനസ്സുകാരനായിരിക്കും. ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ എത്തിയില്ലെങ്കിൽ കൊടുക്കേണ്ട ഡേറ്റിന് മുമ്പ് അയാളെ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഇമേജാണ്. തിരിച്ച് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്ക് തിരിച്ചൊരു കോള് വന്നു കഴിഞ്ഞാൽ ശൈലി മാറി. കാഴ്ചപ്പാട് രണ്ടാണെന്ന് ഞാൻ ചോദിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ട ഒരുത്തിനെ കാണുന്ന ഒരു വേർതിരിവ് ശരിക്കും ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഉറപ്പായിട്ടും പല ഭാഗത്തും ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ചില ബാങ്കുകളിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ സെല്യൂട്ട് അടിച്ചിട്ടുള്ള ഒരു അവസ്ഥകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം ചില ബാങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ മാതിരി വേറെ ശൈലിയിൽ എല്ലാ ഏരിയയിലും വ്യത്യാസം ഉറപ്പായിട്ടും ഉണ്ട്. നമ്മൾ ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്നുള്ളത്. കാരണം ചില ആൾക്കാർക്ക് നമ്മളെ വേറുള്ള സൈഡുകൾ അറിയില്ല. നമ്മളെപ്പോഴും ചെല്ലുമ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി ചെല്ലുമ്പോൾ ആ ബിസിനസ്സിന് ആൾ മാത്രമായിട്ടല്ലേ നമ്മൾ ചെല്ലുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ വകതിരിവുകൾ ശരിക്കും ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മളൊരു ഇൻസ്പിറേഷനായിട്ട് കാണണം. ബിസിനസ് നടത്തി ബിഗ് സീറോ ആയി നിൽക്കുന്നുണ്ടാവും. ബിഗ് സീറോ ആയിട്ട് നിൽക്കിയിട്ട് ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, ചില ആൾക്കാർ തിരിച്ചു വരുന്നു ജീവിതത്തിലോട്ട്. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം പരാജയപ്പെട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ബിസിനസ്സുകാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് കരിമിന് കൊടുക്കാനുണ്ടോ? ജിജോ തന്നെ പറഞ്ഞൊരു വേർഡുണ്ട്, എല്ലാവരുടെയും ഫ്രണ്ട് ആരുടെയും ഫ്രണ്ട് അല്ലാന്ന്. ഒരു ആത്മാർത്ഥ സുഹൃത്തുള്ള ഒരാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെയാണ് ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്കിപ്പോൾ ജിജോ ഈ പലരെയും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഗുണം ജിജോക്ക് എത്രത്തോളം അറിയുന്നറിയില്ല. കാരണം പല ആൾക്കാരും തളർന്നു പിടിച്ചിട്ടൊക്കെ വരുമ്പോൾ എടാ ഇത്രയുള്ള പ്രശ്നം, ഇതിനാണ് വഴി, ഇതിന് നമുക്കെടാ ഇങ്ങനൊരു പരിപാടി ഇല്ലേ എന്ന് പറയാൻ പറ്റിയ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരന്, അതാ ഞാൻ പറയണത്, നമ്മളെപ്പോഴും കൂട്ടുകാരൻ വേണം, നല്ലൊരു കൂട്ടുകാരൻ മസ്റ്റാണ്. ഞാൻ പറഞ്ഞത് എല്ലാവരെയും കൂട്ടുകാരനായി മാറിയിരുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ അർത്ഥം ഒരാളെങ്കിലും കൂട്ടുകാരൻ വേണം, നമ്മൾ ഷെയർ ചെയ്യണം. ഒരു ഇൻവെസ്റ്റർ ഓക്കെ ഇതൊക്കെ നാളത്തെ ഈ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. അവരെന്ത് ചെയ്യണം, എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, ആരെ കോണ്ടാക്ട് ചെയ്യും? ഞാനിത് ഒരു സമയത്ത് കിട്ടുണ്ടി സക്സസ് പോലെ 2008 വരെയൊക്കെ അല്ലെങ്കിൽ 2010 വരെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് നമ്മളൊരു ഒരു പ്രൊഫഷണൽ സിസ്റ്റം എന്ന് ധൈര്യത്തോട് പറയാവുന്ന അഡീഷണലി നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്, കോർപ്പറേറ്റ് സിസ്റ്റം ഉണ്ട്. അതിന് CEO അല്ലെങ്കിൽ ആ പ്രൊഫഷണലിസം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. അതിന്റെ അണ്ടറിലാണ് ഇപ്പോൾ 6ഓളം ഡിവിഷനുകൾ. ഈ 6ഓളം ഡിവിഷനിൽ നമ്മൾ അഞ്ചാക്കി നമ്മൾ ഒരെണ്ണം വിട്ടു. അതെ അല്ല ഞാനത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെ ഈ ചെവിയിൽ വെള്ളം പോയ മരുന്നാണല്ലോ, ലേശോടി വെള്ളം പറഞ്ഞാലാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ ആ ഒരു സ്ട്രക്ചറിനെ ഒന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ഒരു ടീമുണ്ട്. ഇത് എന്താണെങ്കിലും അതിനെ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്നത് വരെ അതിലേക്ക് നല്ലൊരു ആൾക്കാരുണ്ട്. അതിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഇതിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഞാനൊരു കോണ്ടാക്ട് പോയിന്റ് ഇടാം. കരിയമ് ഗോൾഡിൽ കോൺഫിഡൻ്റ് ആണ്. ഞാനൊരു ഗോൾഡ് ബിസിനസ് ഇതുപോലെ നടത്താൻ വയ്യാതെ നിൽക്കുന്ന ഒരാളാണ്. ഇതുപോലെ ഒരു സാഹചര്യത്തിൽ വരികയാണ് കരീമിന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ട് ഞാനത് ഇങ്ങനെ ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഞങ്ങളുടെ ഇന്റേണൽ സിസ്റ്റം, ഞങ്ങൾ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റെപ്പിൽ 100 സ്റ്റോറാണ് സ്റ്റാർട്ട് ചെയ്യല്ല 29 കമ്മിറ്റഡ് ആയി. ഞങ്ങൾ 100ഓളം ഏരിയ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. 90 മുതൽ 2000 വരെയാണ് ഏകദേശം 10,000-ൽ കൂടുതൽ ജ്വല്ലറികൾ ഉണ്ട് കേരളക്കാർ.
ഒരു കുറച്ച് പേര് ഒരു 10-15 ആൾക്കാർ ഗ്രൂപ്പുകളെ സക്സസ്ഫുൾ ആയിട്ട് പോകും. മേജർ ഒരു 90% ഏറ്റിക്കൊണ്ട് നടക്കുക ഇപ്പോഴത്തെ അവസ്ഥ. തൽക്കാലം തട്ടിമുട്ടി അവർക്ക് കറക്റ്റായിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. തറവാടികളായിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ അടക്കമുള്ള 2015 വരെ ഞങ്ങൾ ജ്വല്ലറികളൊക്കെ കൊണ്ടുനടന്നിരുന്നത് ആവറേജ്. പിന്നെ ഈ പ്രൊഫഷണലിസം പോകുന്നതിന് ശേഷമാണ് ഇപ്പൊ അതിൽ പിന്നെ കംപ്ലീറ്റ് ഞങ്ങളെല്ലാം പക്ക ബില്ലാക്കി. അപ്പോൾ ഈ കരിഞ്ഞ് ഒരു കാര്യമാണ് എംബ്രേഷപ്പിന്റെ മേലുള്ള പർച്ചേസ് എല്ലാ കാര്യങ്ങളും അടുക്കും ചുറ്റിയാക്കാൻ കഴിഞ്ഞ 2015 ശേഷം. ഇപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സിസ്റ്റമാണിത്. ഞങ്ങൾ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ദ ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള പേര്. അപ്പൊ അതില് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 100 സ്റ്റോറുകൾ എന്ന് പറയുന്നത് എല്ലാം പുതിയത് തുടങ്ങുന്നതാണ്. ഇതുപോലെ നാട്ടിൽ പേരുദോഷമില്ലാത്ത നല്ല ഇമേജ് ഉള്ള ആൾക്കാരുമായിട്ട് ബിസിനസ്സുകളുമായിട്ട് ജ്വല്ലറി ബിസിനസ്സുകളുമായിട്ട് ഞങ്ങളുടെ തൊഴിൽ കൊളാബറേറ്റ് അവരുമായിട്ട് മെർജ് ചെയ്യാൻ. അവർക്ക് കഴിയാത്ത 3-4 കാര്യങ്ങൾ ഞങ്ങൾക്ക്. ഒന്ന്, സ്റ്റോക്ക് മാനേജ്മെന്റ്. കാരണം ഇത്ര കിലോ എന്നല്ല വേണ്ടത്, ഇത്ര കിലോയിൽ ഇത്ര ഐറ്റം ഇത്ര എണ്ണം വേണ്ടതാണ്. അത് ഒരു മാല വിറ്റാൽ പിറ്റേ ദിവസം മോതിരം വരരുത്. കാരണം അവിടുത്തെ സ്റ്റാഫിന്റെ രണ്ടാമത്തെ പോയിന്റ് സ്റ്റാഫിനെ നമ്മൾ ടോട്ടലി റീവർക്ക് ചെയ്തിട്ട് പോളിഷ് ചെയ്തിട്ട് ഞങ്ങളൊരു അക്കാഡമി സിസ്റ്റം ഉണ്ട്, അവർ പഠിപ്പിച്ചു. ടോപ്പ് ലെയർ മാനേജർക്ക് സാലറി ഇല്ല, സ്ട്രക്ചർ അങ്ങനെ ഉണ്ടാക്കിയിട്ട്. പിന്നെ സാധാരണ ഏതൊരു ഇവരെ ഇപ്പൊ ഈ ലോസിൽ പോകുന്ന ഏറ്റവും വലിയ എല്ലാ ബിസിനസ്സുകളോടും ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ബാലൻസ് ഷീറ്റ് നോക്കുന്നുണ്ടാവും, മാസത്തിലോ 2 മാസത്തിലോ 3 മാസത്തിലൊക്കെ ഏറ്റവും നോക്കുന്നുണ്ടാവും. എവറി ഡേ ഞങ്ങൾ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മൾ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റിലാണ് ഇപ്പോൾ ഉണ്ടാക്കുക. ഓരോന്നിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. നിശാന്ത് ഇത്തരം കാര്യങ്ങൾ പ്രൊഫഷണലിസം കൊണ്ടിട്ടാ സെൻട്രൽ പർച്ചേസ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് 10-35 വർഷം പഴക്കമുള്ള എയിം ഗോൾഡ്, അതുപോലെ മറ്റേ ഓമോ ഗോൾഡ്, അതുപോലെ മറ്റേ മധുരാഗോ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഗ്രൂപ്പുകളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഓരോന്നിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ആര് ഗതിയിലുണ്ടോ നിങ്ങൾ പോയിട്ട് അത് നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ടേംസ് ഉണ്ട്, അത് അതിനനുസരിച്ചുള്ള ഡിഗ്നിഫൈഡ് ആൾക്കാരുമായിട്ട് നമ്മൾ കൈപോകും. അപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ ഇപ്പൊ 2 ഓപ്പർച്യൂണിറ്റി വന്നു. തീർച്ചയായിട്ടും ഒന്ന്, സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാം. ഗോൾഡിൽ ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതുപോലെ കടകൾ ഇങ്ങനെ അവർ നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും എന്നാണ് കരീം പറയുന്നത്. കരീമിന്റെ വിലപ്പെട്ട സമയം ലോൺ കോച്ചിങ് തന്നതിന് കരീമിനോട് നന്ദി പറയുകയാണ്. താങ്ക് യു.